ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ഫുൾ മൂണാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ലെറ്റ് ഗോ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലോട്ട് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് പൈൽ സെലക്ഷൻ നടത്താം. നിങ്ങളുടെ സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഫുൾ മൂണാണ്, പൗർണമിയാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ ഇതിന് ശേഷമുള്ള 2-3 ഡേയ്സ് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം ഈ ഒരു ഫുൾ മൂൺ എന്ത് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത്. താങ്ക് യു. പൈൽ നമ്പർ 1. ഇവിടെ നോളേജ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു ഫുൾ മൂൺ ഒത്തിരി അറിവ്, ഒത്തിരി വിസ്ഡം കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു അറിവ്, ആ ഒരു ജ്ഞാനം നിങ്ങളെ ഒത്തിരി പാസ്റ്റ് എനർജീസിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ സ്റ്റഡീസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിൽ സെലിബ്രേഷൻ, മൂൺ ഡാൻസ് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജീസ് ആയിരിക്കാം. ഈ ഒരു വ്യക്തിനെ കുറിച്ചിട്ടുള്ള സത്യം, ട്രൂത്ത് ഇലുമിനേറ്റ് ആയിട്ട് സത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എനർജി ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആയിരിക്കാം. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. താങ്ക് യു. കുറച്ച് പേർക്ക് ഇവിടെ നോളേജ് വർദ്ധിക്കുന്നതായിട്ട്, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയും ഈ ഒരു സമയത്ത് വരുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഒരു ബിഗ് പിക്ചർ ഈ ഒരു സമയത്ത് മനസ്സിലാകുന്നതാണ്. സത്യമായിട്ട് അഗെയിൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇല്യൂമിനേഷൻ്റെ എനർജിയാണ്. തൻ്റെ പാഷൻ എന്താണ്, താൻ എന്താണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, തെറ്റായ ദിശയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഡയറക്ഷനിലോട്ട് പോകാനായിട്ടുള്ള ഒരു എനർജി കുറച്ച് പേർക്ക് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അഗെയിൻ പാഷൻ്റെ എനർജിയാണ് കാണുന്നത്. ബാക്കിലും ഇവിടെ പേജ് ഓഫ് സോഡ്സിൽ സ്റ്റഡീസ് കാണുന്നുണ്ട്, നോളേജിൻ്റെ എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അഗെയിൻ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ്, ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, ലവ് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളായിരിക്കാം. ആ ഒരു എനർജീസ് കൂടുതലായിട്ട് മനസ്സിലാകാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് സോൾ പർപ്പസ് ആണ്. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് ആ ഒരു സോൾ പർപ്പസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ആ ഒരു പാത്തിലോട്ട് റീഡയറക്റ്റ് ചെയ്യുന്നതായിട്ട് കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള, നിങ്ങൾ ഒത്തിരി നാളായിട്ട് സപ്രസ് ചെയ്ത് വെച്ച, അടക്കി വെച്ച എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, ഗോൾസിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. പൈൽ നമ്പർ 1. ഇവിടെ റെഡ് കൈറ്റ് ആണ്. വിഷൻ, ടേക്ക് ഫ്ലൈറ്റ് ആൻഡ് റെക്കഗ്നൈസ് ദ ബിഗർ പിക്ചർ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഒരു പൂർണ്ണരൂപം മനസ്സിലാകാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് പേരോട് പറയുന്നുണ്ട്, ഒരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഓരോ ഓപ്പർച്യൂണിറ്റിയും ഓരോ അവസരങ്ങളും റെക്കഗ്നൈസ് ചെയ്യാനായിട്ട്, മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ ക്രെയിൻ വന്നിട്ട് കോൺസെൻട്രേഷൻ, അലേർട്ട്നെസ്. ഇവിടെ കുറച്ചും കൂടെ നിങ്ങളുടെ ഉള്ളിൽ എന്താ പറയുക, കുറച്ചും കൂടി നിങ്ങളുടെ ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് നിങ്ങൾ അലേർട്ടായിട്ടിരിക്കുന്നതാണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾ പല കാര്യങ്ങളും വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ചിലപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷനിലായിരിക്കാം, അറിയാതെ പല കാര്യങ്ങളും നമ്മളുടെ സൈഡിൽ നിന്ന് തെറ്റ് വന്നിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ അലേർട്ടായിട്ടിരിക്കുന്നതായിട്ട്, തൻ്റെ തെറ്റുകൾ, തൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ
തൻ്റെ ആ ഒരു എനർജിയിൽ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആകാനായിട്ട് ശ്രമിക്കുന്നതായിട്ട്, ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരുടെ ഇമോഷനിൽ, വൈകാരികമായിട്ടുള്ള എനർജിയിൽ കുറച്ചും കൂടെ ഒരു കാംനെസ് വരുന്നതാണ്. കുറച്ചും കൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. എല്ലാം ദേഷ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ എനർജിയിൽ വന്നിട്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് കാണിച്ച് നേടേണ്ട ആവശ്യമില്ല. ആ ഒരു കാംനെസ്സിൽ, ആ ഒരു പേഷ്യൻസിൻ്റെ എനർജിയിലും ഒത്തിരി പവറുണ്ട്. അത് കുറച്ച് പേര് തിരിച്ചറിയുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും നോളേജ്, അറിവ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. ആ ഒരു നോളേജ് നിങ്ങളെ കുറേ കൂടെ ഫ്രീ ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഇവിടെ വിഷൻ വന്നിട്ട് നിങ്ങളുടെ തേർഡ് ഐ ചക്ര കുറച്ചും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രാവൽ എനർജീസ് ഈ ഒരു സമയത്ത് വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. കമ്മ്യൂണിക്കേഷനും നിങ്ങൾ ആലോചിച്ച് നടത്താനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, കുറച്ച് പേർ എന്തെങ്കിലും സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്, ന്യൂ പാഷനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇന്ന് വന്നിട്ട് പൗർണമിയാണ്, ഫുൾ മൂൺ ഡേ ആണ്. അപ്പോൾ ഈ ഒരു സമയം, അതുപോലെ തന്നെ ഇതിന് ശേഷമുള്ള 2-3 ഡേയ്സും നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ഫുൾ മൂൺ നിങ്ങളുടെ ലൈഫിലോട്ട് എന്ത് എനർജിയാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2. കട്ട് യുവർ ലോസസ്, ടേക്ക് എ ബ്രീത്ത്, ബാക്കിൽ വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു എനർജിയിലുണ്ടെങ്കിൽ, ഇമോഷണലി ആയിരിക്കാം, പാസ്റ്റിനെ കുറിച്ചിട്ടായിരിക്കാം. ഓക്കെ, അതിൽ നിന്നെല്ലാം നിങ്ങളെ കുറച്ച് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ ആ ഒരു ഇമോഷണൽ ലെവലിൽ ബാലൻസ് കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു ഫുൾ മൂൺ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ചേഞ്ച് യുവർ ട്യൂൺ വന്നിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ടാലൻസ് ഉണ്ട്, മ്യൂസിക്, ഡാൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുക. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, എന്തെങ്കിലുമൊക്കെ വൂൺസിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതും കുറച്ച് പേർക്ക് ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു ഫുൾ മൂൺ കൊണ്ടുവരുന്നത്. കുറച്ച് പേർക്ക് പാസ്റ്റിൽ ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, ഒത്തിരി എനർജീസ് ലെറ്റ് ഗോ ചെയ്ത് പോകേണ്ടി വന്നിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതിലും ഒരു ഹീലിംഗ് ഈ ഒരു സമയം കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടഫായിട്ടുള്ള സിറ്റുവേഷൻ, എന്തെങ്കിലുമൊക്കെ ഡ്രാമ, എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ ഫേസ് ചെയ്തത്. കുറച്ച് പേർ എന്തെങ്കിലും ഷാഡോ വർക്ക് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതിനെല്ലാം ഒരു സപ്പോർട്ടായിട്ട് ഈ ഒരു എനർജി പ്രവർത്തിക്കുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളും നിങ്ങളുടെ തെറ്റുകൊണ്ടിട്ടാണ്, നിങ്ങളുടെ പ്രോബ്ലം കൊണ്ടിട്ടാണ് ആ ഒരു എനർജിയിൽ ഇരുന്നിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എല്ലാം നമ്മളുടെ മിസ്റ്റേക്ക് ആകണം എന്നില്ല. ഓക്കെ, ചിലപ്പോൾ സാഹചര്യമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ വരാത്തപ്പോൾ നമ്മളുടെ അറിവ് കേട് കൊണ്ടിട്ട്, ആ ഒരു സമയത്തെ നോളേജ് കൊണ്ടിട്ട് നമ്മൾ ആ ഒരു ആക്ഷൻ എടുത്തായിരിക്കാം. അപ്പോൾ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന എനർജി, ഓവറായിട്ട് ജഡ്ജ് ചെയ്യുന്ന എനർജി, അതെല്ലാം ഹീൽ ചെയ്യാനായിട്ടും ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. കണ്ടോ, ഇമോഷണൽ എനർജി. ഈ ഒരു ഇമോഷണൽ എനർജിയിൽ നിന്ന് പുറത്ത് കടക്കേണ്ട ടൈം ആയിട്ടുണ്ട്. കണ്ടോ, 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഇതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ലൈഫിൽ ഉള്ള അബൻഡൻസ്, ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ എംബ്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ കാത്ത് ഒത്തിരി ലൈം ലൈറ്റിൻ്റെ എനർജി, ഒത്തിരി പോസിറ്റീവ് എനർജി വെയിറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ പാസ്റ്റിലെ പല എനർജീസും നിങ്ങളെ പിന്നോട്ട് വലിച്ചിട്ടുണ്ടാകാം. അതെല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട്, ചിലപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള പല എനർജീസും ഈ ഒരു സമയത്ത് പൊങ്ങി വരുന്നുണ്ടാകാം, ഇലുമിനേറ്റ് ആയിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു സത്യം, ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്
മുന്നേറാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഇവിടെയും ഏസ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. പുതിയൊരു തുടക്കം, ഒരു ന്യൂ സ്റ്റാർട്ട്, ബിഗിനിങ്ങിൻ്റെ എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ട് വരാനായിട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്. കൂടുതലായിട്ട് നോക്കാം. ഇവിടെ വിസ്ഡം, ഇവിടെ നിങ്ങളുടെ വിസ്ഡം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. പാസ്റ്റിൽ നിങ്ങൾ ഒത്തിരി ലെസൺസ് ലേൺ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നേടിയ വിസ്ഡം നിങ്ങൾ കറക്റ്റായിട്ട് ചാനൽ ചെയ്യാനായിട്ട്, യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം നിങ്ങളുടെ ഹാർട്ടിന്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ് ആക്ഷൻ എടുക്കേണ്ടത്, നിങ്ങൾക്കറിയാം ഏത് ഡയറക്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. പക്ഷേ ആ ഒരു ചേഞ്ചസിനോട്, ആ ഒരു മാറ്റങ്ങളോട് കുറച്ച് പേർക്ക് താല്പര്യം ഉണ്ടാകില്ല, നോ പറഞ്ഞിരിക്കുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഇമാജിനേഷൻ പവർ കൂടുന്നതായിട്ട് എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അഗെയിൻ ആ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു കഴിവുകൾ, ഇമാജിനേഷൻ പവർ, ഇൻറ്റ്യൂഷൻ്റെ എനർജി, അതെല്ലാം ഇവിടെ വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത്, ഹാർട്ട് സ്പേസ് എന്താണോ പറയുന്നത്, ആ ഒരു പാഷനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി എന്താ പറയുക, സക്സസ് കൊണ്ടുവരുന്നതായിട്ട്, ഒരു ഫുൾഫിൽഡ് ലൈഫ്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് വന്നിട്ട് കുറച്ച് പേര് ഇൻട്രോസ്പെക്ഷൻ ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എവിടെയാണ് ഞാൻ കുറച്ചും കൂടെ കെയർഫുൾ ആകേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ലെറ്റ് ഗോ ചെയ്യേണ്ടത്, ഏത് എനർജിയായിട്ട് മുന്നോട്ട് പോകണം, ആ ഒരു പ്രോസസ്സായിട്ട് കുറച്ച് പേര് കണക്ട് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഏറ്റവും വിസ്ഡം, ഏറ്റവും ബുദ്ധിപൂർവ്വം നിങ്ങൾ കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എഗെയിൻ ഒത്തിരി ഇല്യൂമിനേഷൻ്റെ എനർജിയാണ് ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഒത്തിരി ഇൻസൈറ്റ്സ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട്, വേൾഡിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്ത് ഡയറക്ഷൻ ചൂസ് ചെയ്യണം, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി, വ്യക്തത ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. കുറച്ച് പേര് നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ ഫാമിലിയുടെ ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.